ഇന്നത്തെ സിനിമ വാർത്തകളിലേക്ക് ഇവർക്കും സ്വാഗതം. ഗഗനാചാരി എന്ന സിനിമ മലയാളത്തിലെ തന്നെ ഒരു സയൻസ് ഫിക്ഷൻ സിനിമയ്ക്ക് ലഭ്യമാകാവുന്നതിൽ വെച്ച് ഏറ്റവും മികച്ച അഭിപ്രായങ്ങൾ നേടിയെടുത്ത സിനിമയാണല്ലോ. ചിത്രം ഇപ്പോഴത്തെ ജൂലൈ 5-ാം തീയതി റെസ്റ്റ് ഓഫ് ഇന്ത്യയിലെ തിയേറ്ററുകളിലേക്ക് റിലീസിനെത്തുകയാണ്. പാൻ ഇന്ത്യൻ റിലീസ് എന്നാണ് സിനിമയുടെ വിതരണക്കാർ ഇതിനോടകം തന്നെ ചിത്രത്തിന്റെ റെസ്റ്റ് ഓഫ് ഇന്ത്യ റിലീസിനെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഒരുപാട് നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ അജിത്തിന്റെ അടുത്ത തിയേറ്ററുകളിലേക്ക് എത്താനിരിക്കുന്ന വിടാമുയർച്ച എന്ന സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തു വന്നിരിക്കുകയാണ്. മകിഴ് തിരുമേനി സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററാണ് ഈ കാണുന്നത്. തീരെ നിലവാരം കുറഞ്ഞൊരു പോസ്റ്ററാണ് എന്ന് നിസ്സംശയം പറയാം. നിലവിൽ അവസാനഘട്ട ചിത്രീകരണം നടക്കുന്ന സിനിമ ഒക്ടോബർ മാസം തിയേറ്ററുകളിലേക്ക് എത്താൻ പ്ലാൻ ചെയ്യുന്നു. ജയ് ഗണേഷ്, ഗരുഡൻ തുടങ്ങിയ സിനിമകൾക്ക് ശേഷം തിയേറ്ററുകളിലേക്ക് എത്താനിരിക്കുന്ന അടുത്ത ഉണ്ണിമുകുന്ദൻ സിനിമയാണ് ഗെറ്റ് സെറ്റ് ബേബി. ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ നാളെ ജൂലൈ 1-ാം തീയതി രാവിലെ 11:11 പുറത്തു വരുമെന്നാണ് ഇന്ന് വന്നിരിക്കുന്ന ഒഫീഷ്യൽ അപ്ഡേറ്റ്. ചിത്രം ഒരു കോമഡി എന്റർടൈനർ സിനിമയാണ്. നിഖില വിമലാണ് ഉണ്ണിയുടെ സിനിമയിലെ നായിക. അങ്ങനെ ഒരുപാട് നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ തങ്കലാൻ എന്ന സിനിമയുടെ റിലീസുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. ചിയാൻ വിക്രം നായകനെത്തുന്ന പാരഞ്ജിത്ത് സംവിധാനം ചെയ്യുന്ന സിനിമ ഓഗസ്റ്റ് 15-ന് തിയേറ്റർ റിലീസ് പ്ലാൻ ചെയ്യുന്നു എന്നാണ് ഇന്ന് പുറത്തു വന്നിരിക്കുന്ന അപ്ഡേറ്റ്. തങ്കലാന്റെ കൂടുതൽ അപ്ഡേറ്റുകൾ കേട്ട് കാത്തിരിക്കൂ. വിക്രമിന്റെ അടുത്ത നിലവിൽ ഹൈപ്പുള്ള സിനിമയാണല്ലോ വീര ധീര സൂരൻ. ചിത്രത്തിൽ മലയാളത്തിൽ നിന്നും സിദ്ദിഖ്, സുരാജ് വെഞ്ഞാറമൂട് തുടങ്ങിയവർ അഭിനയിക്കുന്നു. ഇതിൽ സുരാജിന്റെ ജന്മദിന സ്പെഷ്യൽ പോസ്റ്റർ ഇന്ന് സിനിമയുടെ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിരിക്കുകയാണ്. ശങ്കറിന്റെ സംവിധാനത്തിൽ കമലഹാസൻ നായകനെത്തുന്ന ഇന്ത്യൻ 2 ഈ വരുന്ന ജൂലൈ 12-ന് തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. ഇനി വെറും 12 ദിവസങ്ങൾ റിലീസിന് മാത്രം ബാക്കി നിൽക്കുന്ന സിനിമയിലെ അടുത്ത ഗാനത്തിന്റെ അപ്ഡേറ്റ് പുറത്തു വന്നിരിക്കുകയാണ്. ചിത്രത്തിലെ കലണ്ടർ ഗാനം നാളെ വൈകിട്ടോടെ പുറത്തു വരുമെന്നാണ് ഇന്ന് വന്നിരിക്കുന്ന ഒഫീഷ്യൽ അപ്ഡേറ്റ്. സർദാർ കാർത്തി നായകനെത്തിയ 2022-ൽ തിയേറ്ററുകളിലേക്ക് എത്തി വിജയിച്ച ദീപാവലി ചിത്രമാണല്ലോ. ചിത്രത്തിന്റെ 2-ാം ഭാഗം നിർത്തിയതിന് ഉറപ്പാക്കപ്പെട്ടതാണ്. ഇപ്പോഴത്തെ സർദാർ 2 ചിത്രീകരണം വരുന്ന ജൂലൈ മാസം ആരംഭിക്കുമെന്നാണ് ഇന്ന് പുറത്തു വന്നിരിക്കുന്ന അപ്ഡേറ്റ്. 2000-ൽ തിയേറ്ററുകളിലേക്ക് എത്തിയ മലയാളത്തിന്റെ എക്കാലത്തെയും ക്ലാസിക് സിനിമകളിൽ ഒന്നാണല്ലോ വിദ്യാസാഗർ സംഗീതം നൽകി സിബി മലയിൽ സംവിധാനം ചെയ്ത ലാലേട്ടൻ നായകനെത്തിയ ദേവദൂതൻ. ചിത്രം ഇപ്പോഴത്തെ റീ റിലീസിനായിട്ട് ഒരുങ്ങുകയാണല്ലോ. ഇന്ന് ഈ കാണുന്ന ഒഫീഷ്യൽ പോസ്റ്റർ സിനിമയുടെ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിരിക്കുകയാണ്. ഈ ജൂലൈ അതല്ലെങ്കിൽ ഓഗസ്റ്റ് മാസം തിയേറ്ററുകളിൽ റീ റിലീസ് ചെയ്യാനായിട്ടിരിക്കുന്ന ദേവദൂതൻ എന്ന സിനിമയിൽ കട്ടുണ്ടാകുമെന്നാണ് നിലവിൽ പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ട്. 2000-ൽ പുറത്തു വന്ന അതേ സിനിമ തന്നെ ആയിരിക്കില്ല വീണ്ടും പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തുക എന്നാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വിവരം. അപ്പോൾ ലാലേട്ടന്റെ ദേവദൂതൻ എന്ന സിനിമ ആത്മാവ് നഷ്ടപ്പെടാതെ തന്നെ നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തപ്പെടട്ടെ എന്ന നിലവിൽ നമുക്ക് ആശംസിക്കാം.